അമേരിക്കയിലെ പ്രശസ്തമായ സർവകലാശാലയാണ് ഹാർവാർഡ്. ശക്തമായ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത്. ഇതിനെ അടിച്ചമർത്താനും വരും ദിവസങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് തടയാനും ട്രംപ് ഭരണകൂടം പലതരം സമ്മർദ്ദങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് അടുത്തിടെ അയച്ച കത്ത് ഇതിന് തെളിവാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. കത്ത് സർക്കാർ ഔദ്യോഗികമായി അയച്ചതല്ലെന്നും ഒരു ഉദ്യോഗസ്ഥൻ സ്വമേധയാ അയച്ചതാണെന്നും പറഞ്ഞു. പലസ്തീനെതിരെയുള്ള ഇസ്രയേലിന്റെ യുദ്ധം ലോകമെമ്പാടും എതിർപ്പിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നുള്ള പ്രതിഷേധമാണ്. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ഇത്തരമൊരു എതിർപ്പ് ഉയരുമെന്ന് ട്രംപ് പോലും ഒരിക്കലും കരുതിയിരിക്കില്ലെന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ഇസ്രയേലിനെതിരെ ശക്തമായി പോരാടി. ഈ പ്രതിഷേധത്തിന് ജനങ്ങൾക്കിടയിൽ ശക്തമായ പിന്തുണയും ലഭിച്ചിരുന്നു. അമേരിക്ക ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ഒരു രാജ്യമായതിനാൽ ട്രംപ് ഭരണകൂടത്തിന് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം US ഗവൺമെന്റിന് അഭിമാനകരമായ ഒരു കാര്യമായി ഇത് മാറിയിരിക്കുന്നു. സ്വന്തം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവർ പിന്തുണയ്ക്കുന്ന രാജ്യത്തിനെതിരെ യുദ്ധക്കൊടി ഉയർത്തിയതായാണ് വിവരം. ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഹാർവാർഡ് സർവകലാശാല അസ്വസ്ഥമായിരുന്നുവെന്ന് പറയാനാവില്ല. ചരിത്രത്തിലുടനീളം വിവിധ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കെതിരെ ഹാർവാർഡ് സർവകലാശാല രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നത് അതുല്യമായ ഒരു കഥയാണ്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഹാർവാർഡ് സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളെയും US വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചറിഞ്ഞു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ചില വിദ്യാർത്ഥികളുടെ വിസ പോലും അധികൃതർ റദ്ദാക്കി. അവിടെ നിൽക്കാതെ US മാനവ വിഭവശേഷി വകുപ്പിൽ നിന്ന് സർവകലാശാലയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രവേശനം, പാഠ്യപദ്ധതി, ജീവനക്കാരുടെ നിയമനം എന്നിവയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് കത്തിൽ പറയുന്നു. അതായത് വിദ്യാർത്ഥി പ്രവേശനം, പാഠ്യപദ്ധതി, സ്റ്റാഫ് നിയമനങ്ങൾ എന്നിവയിൽ ജൂത അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് പ്രസ്താവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നിരുന്നാലും കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തിയിരുന്നില്ല. നോക്കൂ, ഇതൊരു സ്വയംഭരണ സർവകലാശാലയാണ്. ആർക്കും തങ്ങളുടെ പാഠ്യപദ്ധതിയോ ഭരണപരമായ തീരുമാനങ്ങളോ പുറത്തുനിന്ന് എടുക്കാൻ കഴിയില്ലെന്ന് സർവകലാശാല രൂക്ഷമായി പ്രതികരിച്ചു. വിവിധ പാർട്ടികൾ സർവകലാശാലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. സ്വന്തം സർവകലാശാലയുടെ ശബ്ദം അടിച്ചമർത്താൻ അമേരിക്ക ശ്രമിക്കുന്നതിനെ ചൊല്ലി അന്താരാഷ്ട്ര ചർച്ചകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ കത്ത് മാനവ വിഭവശേഷി വകുപ്പിൽ നിന്ന് ഔദ്യോഗികമായി അയച്ചതല്ലെന്നും ആ വകുപ്പിലെ നിയമ ഉപദേഷ്ടാവായ ഷോൺ കീവേനി സ്വമേധയാ അയച്ചതാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നിയമ ഉപദേഷ്ടാവായ ഷോൺ ഇതിനോട് പ്രതികരിച്ചില്ല. അമേരിക്കൻ അന്താരാഷ്ട്ര അക്കാദമിക് വിദഗ്ധരുടെ സമ്മർദ്ദം ഭയന്ന് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടു പോയതായി ഈ വിഷയവുമായി പരിചയമുള്ളവർ പറയുന്നു.